മതവിരുദ്ധമല്ല എന്ന വാദം അടിസ്ഥാനരഹിതമാണ്. മാർക്സിസം മതവിരുദ്ധമാണ്. മാർക്സിസം മതവിരുദ്ധമാണ്. കാരണം മാർക്സിസത്തിന് ദൈവത്തെ അംഗീകരിക്കാൻ കഴിയില്ല. ദൈവമില്ലെങ്കിൽ പിന്നെന്ത് മതം? ദൈവമില്ലെങ്കിൽ പിന്നെ എന്താണ് മതം? അവിടുന്നാണ് ചർച്ചകൾ തുടങ്ങുന്നത്. ആ ദൈവമില്ലാതെ, സ്വർഗമില്ലാതെ, നരകമില്ലാതെ, പരലോകമില്ലാതെ, ധാർമ്മികതയില്ലാതെ പിന്നെ എന്ത് മതം? ഇതിൽ ഓരോന്നിലും മാർക്സിസത്തെ സംബന്ധിച്ചിടത്തോളം പരലോകം ഒരു കെട്ടുകഥയാണ്. ഈ ഭൂമിയിൽ ആളുകളെ ഇഹലോകത്തിന് വേണ്ടിയുള്ള പ്രയത്നങ്ങളിൽ നിന്ന് മാറ്റി നിർത്തി അവരെ പരലോകം എന്ന് പറഞ്ഞ് മയക്കി കിടത്താനുള്ള ഒരു ഉപകരണമാണ്. മാർക്സിന്റെ വീക്ഷണത്തിൽ അല്ല എന്ന് പറയാൻ കഴിയുമോ? എന്താണ് ധാർമ്മികതയുമായി ബന്ധപ്പെട്ട വീക്ഷണം? ഞാൻ അവിടെ പറഞ്ഞു, കുടുംബം എന്ന് പറഞ്ഞാൽ സ്വകാര്യ സ്വത്ത് സംരക്ഷിക്കാനുള്ള ഒരു സ്ഥാപനമാണ്. അത് തകർക്കണം. മതവിശ്വാസിക്ക് അംഗീകരിക്കാൻ കഴിയുമോ? ഞാൻ പറയുന്നത് അടിസ്ഥാനങ്ങളിൽ മുതൽ വിശദാംശങ്ങളിൽ വരെ മതത്തോട് 100% വിയോജിക്കുന്ന ഒരു ഭൗതിക പ്രത്യയശാസ്ത്രമാണ് മാർക്സിസം. ഒരു മതവിശ്വാസിക്ക് ഒരിക്കലും അത് സ്വീകരിക്കാൻ കഴിയില്ല. എനിക്ക് മനസ്സിലാവാത്തതല്ല. ഞാൻ ചോദിക്കട്ടെ, ലോകത്തെ ഏതെങ്കിലും ഒരു അക്കാദമിക പണ്ഡിതൻ, മാർക്സിസത്തെ കുറിച്ച് വിവരമുള്ള ഏതെങ്കിലും ഒരു അക്കാദമിക പണ്ഡിതൻ ഇത്തരം ഒരു വാദം ഉന്നയിച്ചിട്ടുണ്ട്? എവിടെയെങ്കിലും? നമ്മുടെ നാട്ടിൽ കേവലമായ ഒരു രാഷ്ട്രീയമായ നിലനിൽപ്പിന് വേണ്ടി ആരെങ്കിലും എന്തൊക്കെയോ പറയുന്നുവോ ഇല്ലേ എന്നതല്ല പ്രശ്നം. മാർക്സിസത്തെ കുറിച്ച് പഠിച്ച മാർക്സിസ്റ്റുകൾ ആരെങ്കിലും മാർക്സിസം മതവിരുദ്ധമല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? വലിച്ചു നീട്ടി ദുർവ്യാഖ്യാനിക്കാൻ ശ്രമിക്കാറുണ്ട് പലരുടെയും പരാമർശങ്ങൾ. പക്ഷെ ആ പരാമർശങ്ങളുമായി വന്നാൽ എനിക്കുറപ്പാണ്, എനിക്ക് സമർത്ഥിക്കാൻ കഴിയും അവരതല്ല ഉദ്ദേശിച്ചത് എന്ന്. അതാരായാലും, ഇതിനുവേണ്ടി ഉദ്ധരിക്കപ്പെടുന്ന ആരുടെ വാക്കുകളായാലും, അത് ഇ.പി. തോംസന്റെ മുതൽ ഈ അന്റോണിയോ ഗ്രാംഷി വരെയുള്ള മാർക്സിസ്റ്റ് ബുദ്ധിജീവികളുടെ വാചകങ്ങളെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ മാർക്സിസം മതവിരുദ്ധമല്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്.